ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും. കേരളത്തിലെ ഇസ്ലാമത വിശ്വാസികളോടും ഇസ്ലാമത പണ്ഡിതന്മാരോടും പ്രത്യേകിച്ച് മഹല്ല് കമ്മിറ്റികളോടും ഉള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന വിവാഹ ആചാരങ്ങൾ ഒരു മതത്തിലും കാണാത്ത രീതിയിലുള്ള അനാചാരങ്ങളാണ്, ആഭാസ തരങ്ങളാണ് നമ്മുടെ വിവാഹങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. എന്തെല്ലാം കോലങ്ങളാണ്! ഒരിക്കലും ഒരു വിവാഹ ചടങ്ങ് നടത്താൻ പാടില്ലാത്ത എല്ലാ വൃത്തികേടുകളുടെയും കേളി രംഗമായി വിവാഹവേദികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മതത്തിലും എന്ന് പറയുമ്പോൾ ഹിന്ദു മതത്തിൻ്റെയോ അതല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെയോ വിവാഹ ചടങ്ങുകളിൽ നാം പോയി നോക്കിയാൽ അവരുടെ മതാചാരപ്രകാരമുള്ള പരിപാടികൾ അവിടെ നടക്കുമെന്നല്ല, അല്ലാതെ വേറെ ഇതുപോലെ ഈ ആഭാസതരങ്ങളും ഈ കൂത്തുകളും വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയും. അത്ര മ്ലേച്ഛകരമായ വൃത്തികെട്ട ഒരു സംസ്കാരം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ വിവാഹ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഏവരും കാണുകയാണ്. ഏറ്റവും രസകരമായ കാര്യം, വിവാഹ വേദികളിൽ നിക്കാഹ് നടത്താനും അതിന് കാർമ്മികത്വം വഹിക്കാനും വന്നിരിക്കുന്ന പണ്ഡിതന്മാരുടെ മുന്നിലാണ് ഇതെല്ലാം നടക്കുന്നത്. അല്ലെങ്കിൽ മഹല്ല് ഭാരവാഹികളുടെ മുന്നിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. എങ്കിലും ഈ അടുത്ത കാലത്ത് ഒരു ഉസ്താദ് അതേ വിവാഹ വേദിയിൽ വെച്ച് ഈ ആഭാസതരങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം വളരെ സ്പഷ്ടമായി തന്നെ പറയുകയുണ്ടായി, ഇത് മോശമാണെന്നും ഇത് ആവർത്തിക്കരുതെന്നും ഇത്തരം കാര്യങ്ങൾ ശരിയല്ല എന്നും അദ്ദേഹം പറയേണ്ട. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സു ആഫിയത്ത് കൊടുക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പണ്ഡിതന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പള്ളികളിൽ പരസ്യമായി പറയണം, ഇത്തരം വൃത്തികേടുകൾ കാണിക്കാനാണ് വിവാഹവേദിയിൽ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ വിവാഹവേദിയിലേക്ക് ഞങ്ങളെ വിളിക്കരുത്, ഞങ്ങളെ പങ്കാളികളാക്കരുത്. നിങ്ങൾക്ക് നിക്കാഹ് നടത്തണമെങ്കിൽ പള്ളിയിൽ വരിക, ഞങ്ങൾ നിക്കാഹ് നടത്തി തരാം. നിങ്ങൾക്ക് പിന്നെ തോന്നിയവാസം എന്തെങ്കിലും കാണിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ പോയെങ്കിൽ കാണിച്ചോ, ഞങ്ങളെ അവിടെ കൊണ്ടുപോകരുത് എന്ന് പറയാൻ എല്ലാ പണ്ഡിതന്മാരും തയ്യാറാകണം. അതുമാത്രമല്ല, മഹല്ല് കമ്മിറ്റിക്കാർ വിവാഹവും നിശ്ചയിച്ചുകൊണ്ട് മഹല്ലിൻ്റെ ഓഫീസുകളിൽ വരുമല്ലോ, വരുന്ന സമയത്ത് നിങ്ങൾ കർശന നിർദ്ദേശം കൊടുക്കണം. ഇത്തരം പരിപാടികളുണ്ടെങ്കിൽ ഉസ്താദിനെ വിളിക്കരുത്, ജമാഅത്തെ ഹത്തീമിനെ വിളിക്കരുത്, ഞങ്ങളിൽപ്പെട്ടവരെ അങ്ങോട്ട് വിളിക്കരുത്, നിങ്ങളതങ്ങ് നടത്തിക്കോ, നിങ്ങൾക്ക് തോന്നി എന്തെങ്കിലും വേണമെങ്കിൽ നടത്തിക്കോ, ഞങ്ങളെ പങ്കാളികളാക്കരുതെന്ന് പറയാനുള്ള ചങ്കൂറ്റം മഹല്ല് കമ്മിറ്റിയൊക്കെ ഉണ്ടാകും. പക്ഷേ മഹല്ല് കമ്മിറ്റിയൊക്കെ അത് ഉണ്ടാകില്ല. കാരണം എന്താണ്? ഈ വൃത്തികളെല്ലാം കാണിക്കുന്ന ആളുകളാണ് ഇന്ന് മഹല്ല് കമ്മിറ്റിയുടെ പല മഹല്ല് കമ്മിറ്റിയുടെയും ഭാരവാഹികൾ, അവരാണ് നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവർ പറയുക? അതുകൊണ്ട് ഉസ്താദന്മാർ എന്തും വരട്ടെ, ഇവരല്ലല്ലോ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, ഇവരല്ലല്ലോ നിങ്ങൾക്ക് ആഹാരം തരുന്നത്, ഇവരല്ലല്ലോ നിങ്ങൾക്ക് വസ്ത്രം നൽകുന്നത്, ഇതെല്ലാം പടച്ച റബ്ബ് തരുന്നുവെന്നല്ലേ നമ്മുടെയൊക്കെ വിശ്വാസം. അതുകൊണ്ട് തുറന്നു പറയുക, ഇത്തരം വേദികളിലേക്ക് ഞങ്ങളെ വിളിക്കരുതെന്ന് പറയാനുള്ള ചങ്കൂറ്റം എൻ്റെ ഉസ്താദന്മാർ ബഹുമാനപ്പെട്ടവർ കാണിക്കണം. എല്ലാവരും അത് കാണിക്കണമെന്നാണ് എല്ലാ വിഭാഗം ഉസ്താദന്മാരോടും എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും കാണുന്നതാണ്, മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ കാണുന്നത്. ഞാനൊരു വോയിസ് ഇട്ടാൽ അല്ലെങ്കിൽ ഞാനൊരു വാട്സാപ്പിൽ ഒരു സന്ദേശം ഇട്ടാൽ ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും കാണുന്നു. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള ഭിന്നത, സമസ്തക്കാർ സുന്നിക്കാർ, മറ്റൊരു സുന്നിയെ, അതല്ലെങ്കിൽ സുന്നിക്കാരല്ലെങ്കിൽ മുജാഹിദുകാരെ, മുജാഹിദും സമസ്തക്കാരും കൂടി ചേർന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ഒക്കെ ഇങ്ങനെ വിമർശിക്കുന്ന ഈ നടപടിയുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ വേദികളിലാകാം, നമ്മുടെ പള്ളിക്കകത്താകാം, അല്ലെങ്കിൽ നമ്മളുടെ പൊതുവേദികളിലാകാം. ഇത് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വെഴുപ്പുകൾ അലക്കുന്ന പണി അങ്ങ് അവസാനിപ്പിക്കണമെന്ന് കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വാക്കുകൾക്ക് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ഉപദേശിക്കാൻ ആളല്ല. എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ സഹികെട്ടങ്ങ് പറഞ്ഞു പോവുകയാണ്. പറയാതിരിക്കാൻ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ കഴിയുന്നില്ല. വിവാഹവേദികൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുക, വളരെ വളരെ മോശം, മ്ലേച്ഛമാണ്, ആഭാസതരമാണ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് നമുക്കറിയില്ല. കാര്യം എന്താണെന്നറിയോ? ആർക്കും ആരെയും വിലക്കാൻ കഴിയില്ല. നമ്മൾ വിലക്കാൻ പറയുന്നത് പെണ്ണിൻ്റെ വീട്ടുകാർ പറയും ചെറുക്കൻ്റെ വീട്ടുകാർ സംഘടിപ്പിച്ചതാണ്, ചെറുക്കൻ്റെ വീട്ടുകാർ പറയും പെണ്ണിൻ്റെ വീട്ടുകാർ സംഘടിപ്പിച്ചതാണ്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെ പയ്യൻ്റെ കൂട്ടുകാർ സംഘടിപ്പിച്ചതാണ്. കൂട്ടുകാരുടെ സ്ഥാനത്ത് നിന്നോട്ടെ, വീട്ടുകാരുടെ സ്ഥാനത്ത് നിന്നോട്ടെ. ദീനിന് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ദീനി ചിട്ടയിൽ വിവാഹം നടത്താൻ തയ്യാറാകണം. അതുപോലെ തന്നെ ഉസ്താദന്മാരോട് പറയാനുള്ളത്, ഇത്തരം വേദികളിൽ പോയിരുന്നുകൊണ്ട് ദീർഘമായി നിങ്ങൾ ദുആ ചെയ്യരുത്. ദയവ് ചെയ്ത്, ഞാൻ പലയിടത്തും ഞാൻ കൈയടിച്ച് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. എന്താണെന്നറിയോ? സർവ്വ ആഭാസത്തിലും കാണിക്കാതെ വേദിയിലിരുന്നുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്തത് എന്താണ്? ബാറക്കല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ ജമഅ ബൈനക്കുമ. ആര് ബർക്കത്ത് കൊടുക്കാനാണ്? ഇതിനെന്തിനാണ് ആമീൻ പറയുന്നത്?
ഒരു ബർക്കത്തും അവിടെ ചോദിച്ചാൽ കിട്ടൂല. അത്രയും വൃത്തികളല്ലേ കാട്ടിക്കൂട്ടിയത്. അങ്ങനെയുള്ളതല്ലേ ആ വേദി. പവിത്രമായ വേദിയല്ലല്ലോ. ആ പവിത്രമായ വേദിയെ കളങ്കപ്പെടുത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് ബാറക്കല്ലാഹു പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കൂ. ചോദിക്കുന്ന ആളിനെ അള്ളാഹ് ശിക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ഉസ്താദന്മാർ കാര്യങ്ങൾ തുറന്നു പറയണം. ഈ സമൂഹത്തിൽ ഇത് ഇല്ലായ്മ ചെയ്തേ പറ്റൂ. ഇത് വളരെ മ്ലേച്ഛമാണ്. മറ്റു സമുദായങ്ങളുടെ മുമ്പിൽ നമ്മുടെ വിവാഹങ്ങൾ വളരെ മോശമായി മറ്റുള്ളവർ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്, ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ വിവാഹം വളരെ ലളിതമാണ്. 2 സാക്ഷികളും കുട്ടിയുടെ രക്ഷകർത്താവും പയ്യനും ഉണ്ടെങ്കിൽ വിവാഹമായി. അതാണ് നമ്മുടെ വിവാഹം. അതെല്ലാം വിട്ടിരിക്കുന്നു. ഇത് നാടകക്കാർ വേണം, ഡാൻസുകാർ വേണം, ഒപ്പനക്കാർ വേണം, ഗാനമേളക്കാർ വേണം, പിന്നെ വേഷം കെട്ടുന്നവർ വേണം, വേഷം കെട്ടിയ പെൺപിള്ളേർ വേണം, വേഷം കെട്ടിയ ആൺപിള്ളേർ വേണം, കൊട്ടുകാർ വേണം, ചെണ്ടക്കാർ വേണം. എന്ത് വിവാഹാഘോഷമാണ്. അതുകൊണ്ട് ദയവ് ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. ഈ നബിദിന വേദികളിൽ നിങ്ങളിതെല്ലാം പറയണം. അതുപോലെ തന്നെ പള്ളികളിൽ പരസ്യമായി നിങ്ങൾ പറയണം, ഞങ്ങളെ ആ വിവാഹത്തിന് വിളിക്കരുതെന്ന് പറയണം. പറയാനുള്ള തൻ്റെ ഇളവും ഈമാനും എല്ലാ ഉസ്താദന്മാർക്കും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വാഹൃദുവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.